ഹായ് ഓൾ, വെൽക്കം ടു ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോയിൽ നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ എല്ലാവരും ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയല്ലേ. ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസുകൾ ഉണ്ടാവും. S7 S6 S6 S8 ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. ഒരു പക്ഷേ ആകെ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ S1 S2 മാത്രം എഴുതിയ S4 അറ്റംപ്റ്റ് ചെയ്യുന്ന സ്റ്റുഡൻസുകൾ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ജനറൽ എന്നുള്ള കണ്ടീഷനിൽ പറയുകയാണ്, നമ്മൾ സബ്ജക്ട്സ് എഴുതുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആ പേപ്പർ എഴുതേണ്ടത് എന്നുള്ള ഒരു ഓവറോൾ ഐഡിയ തരികയാണ്. ചില ടിപ്സുകളാണ് എങ്ങനെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. അതോടൊപ്പം വാല്യുവേഷൻ സൈഡിൽ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, എങ്ങനെയാണ് വാല്യുവേഷൻ്റെ ഒരു പ്രൊസീജിയറും അവിടെ ആ വാല്യുവേഷൻ പ്രൊസീജിയർ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എങ്ങനെ യൂണിവേഴ്സിറ്റിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒന്നാമത്തത്, നമുക്ക് നിങ്ങളുടെ സൈഡിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ? ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഒരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എക്സാം എഴുതണമെങ്കിൽ അത് പേപ്പർ നന്നായിട്ട് പഠിക്കുക അല്ലേ. പഠിച്ചു കഴിഞ്ഞിട്ടേ പിന്നെ ഈ മാർക്ക് സ്കോറിങ്ങിൻ്റെ കാര്യം നമുക്ക് ആലോചിക്കാൻ പറ്റൂ. പഠിക്കാത്ത ഒരാളെ കുറിച്ചിട്ട് നമുക്കതിൽ പറയാൻ കഴിയില്ല അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പേപ്പറിൽ സ്കോറിങ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിൽ നമുക്ക് പേപ്പേഴ്സിനെ പൊതുവേ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പ്രോബ്ലമാറ്റിക് പേപ്പേഴ്സ്, മറ്റേതൊന്ന് തിയറി പേപ്പേഴ്സ്. പ്രോബ്ലമാറ്റിക് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ പേപ്പറും ഞങ്ങൾക്ക് പ്രോബ്ലമാണ് സാറേ എന്ന ഉദ്ദേശമല്ല കേട്ടോ. പ്രോബ്ലംസ് മെയിൻലി ഇൻവോൾവ് ചെയ്യുന്ന ലൈക്ക് മാത്തമാറ്റിക്സ് കംപ്ലീറ്റ്ലി പ്രോബ്ലമാറ്റിക് ആണ് അല്ലേ. ഇതേപോലെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്ക്ക് നിങ്ങൾക്ക് ചില സബ്ജക്റ്റുകൾ ഉണ്ടാവും, അവിടെ പ്രോബ്ലംസിനാണ് കൂടുതൽ. ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസൈനിങ്ങിൻ്റെ ഏരിയാസ് വരുന്നത്, അതേപോലെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് വരുന്നത്, അവിടെയൊക്കെ പ്രോബ്ലത്തിനാണ് മെയിൻ ഫോക്കസ് വന്നിട്ടുണ്ട്. ഇതുപോലെ അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രോബ്ലമാറ്റിക് പേപ്പേഴ്സ് ആണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നെങ്കിൽ അവിടെ മാർക്സ് വരുന്ന കുറച്ച് ഏരിയകളുണ്ട്. അതായത് മിക്കതും പ്രോബ്ലംസ് ആയിരിക്കും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരിക. ഈ മാർക്സ് അവിടെ സ്കീമിൽ എപ്പോഴും ഉണ്ടാവുക, നിങ്ങളുടെ ഇക്വേഷൻ എന്താണോ നിങ്ങൾ എഴുതുന്നത് അതിന് മാർക്ക് ഉണ്ടാവും. നിങ്ങളുടെ ഇക്വേഷൻ പ്രോപ്പർ ഇക്വേഷൻ ആണെങ്കിൽ ആ ഇക്വേഷന് മാർക്ക് ഉണ്ടാവും. അതുപോലെ അതിൻ്റെ കാൽക്കുലേഷൻസ് നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ മാർക്ക് ഉണ്ടാവും. അതുപോലെ ഫൈനൽ ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, സാറേ കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ അല്ലേ ആൻസർ കിട്ടുള്ളൂ, കാൽക്കുലേഷൻ ആൻസർ ഇല്ലാതെ എന്ത് പ്രോബ്ലമാറ്റിക് പേപ്പർ എന്നല്ലേ. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ ഈ ഫൈനൽ ആൻസർ. ഈ ഫൈനൽ ആൻസർ നിങ്ങളുടേത് ശരിയായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിലുള്ള സ്റ്റെപ്പുകളോ ഒരു പക്ഷേ ഇക്വേഷൻസോ നോക്കുന്ന ആൾ ചിലപ്പോൾ അത് നോക്കില്ല. അതായത് ഒരു 10 മാർക്കിൻ്റെ ഒരു വലിയൊരു പ്രോബ്ലം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫൈനൽ ആൻസർ 2.345 ഇതാണ് ആൻസർ എങ്കിൽ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ കറക്റ്റ് 2.345 ആൻസർ വിത്ത് യൂണിറ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറെ റീചെക്കിങ് അവർ ചെയ്യില്ല. കാരണം അവർ അതിൻ്റെ ഇടയിലെ സ്റ്റെപ്പുകൾ ശരിയാണോ, സ്റ്റെപ്പിൻ്റെ ഇക്വേഷൻസ് ശരിയാണോ, നമ്മൾ ഇറക്കിയ ഫോർമുല, മെയിൻ ഇക്വേഷൻ ഫോർമുലയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്തിയിട്ടുള്ള ഇക്വേഷൻ, ഇതൊന്നും അവർ കെയർ ചെയ്യാനേ പോകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഫൈനൽ ആൻസർ ഈസ് ദി എക്സാക്റ്റ് ആൻസർ ആസ് ഇൻ ദി ആൻസർ കീ. അപ്പോൾ ആൻസറിനും അവിടെ റെലവൻസ് ഉണ്ട്. കാൽക്കുലേഷൻ ഞാൻ കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ പ്രോപ്പറായിട്ട് കാൽക്കുലേറ്റ് ചെയ്താലേ ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ വേറെ നോക്കാത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ അറിയായിരിക്കാം എന്ന് വിചാരിക്കുന്നു. 25ഓളം ആൻസർ ഷീറ്റാണ് ഒരു ബണ്ടിൽ ഉണ്ടാവുക. അങ്ങനെ പല കോണുകളിലും പല ജില്ലകളിലെയും പേപ്പേഴ്സ് എല്ലാം കൂടെ ബണ്ടിൽ ചെയ്ത് പല സെക്ടേഴ്സിലേക്കാണ് പോവുക. അപ്പോൾ ഇവിടെ ആസ് എ സ്റ്റാഫ് എന്നുള്ള എനിക്ക് ചിലപ്പോൾ 3-4 ബണ്ടിലുകളായിരിക്കും എനിക്ക് വരിക. ഇതൊക്കെ എനിക്ക് ഒരു മനുഷ്യൻ്റെ ഒരു ടെൻഡൻസി ഉണ്ട്, കിട്ടിയ വർക്ക്സുകൾ പെട്ടെന്ന് തീർക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെ ഒരു ബണ്ടിൽ വരുമ്പോൾ ഒരാളുടെ ആൻസർ കറക്റ്റ് കീത്തെ ആൻസർ കണ്ടു കഴിഞ്ഞാൽ അത് വേഗം മാർക്ക് ഇട്ട് പോവുക ചെയ്യുക. അതിൻ്റെ മാർക്ക് 10 ആണെങ്കിൽ ആ 10 മാർക്ക് കംപ്ലീറ്റ് ഇട്ടിട്ട് പോവുകയാണ് ചെയ്യുക. ഈ പ്രോബ്ലമാറ്റിക് പേപ്പേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതൊരു ഹൈ സ്കോറിങ് ആക്കാൻ സാധ്യതയുള്ള പേപ്പറുകളാണ്. പ്രൊവൈഡഡ് യു നോ ഇറ്റ്. ഓക്കെ, ഒരു ഹൈ സ്കോറിങ് സബ്ജക്റ്റ് ആക്കി മാർക്സ് ആക്കി കിട്ടാൻ പറ്റുന്നതാണ് പ്രോബ്ലമാറ്റിക് പേപ്പർ. നെക്സ്റ്റ് കംസ് ദ തിയറി പേപ്പർ. തിയറി പേപ്പറിൻ്റെ ഫോർമുല അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻറ്റയർലി എ ഡിഫറെൻറ്റ് കൺസെപ്റ്റ്. തിയറി പേപ്പേഴ്സ്
നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറിയുക എന്നുള്ളത് ഒരു ഫാക്ടറാണ്. അതായത് കണ്ടന്റ് പഠിക്കുക എന്നുള്ളത് ഒരു ഫാക്ടർ തന്നെയാണ്. പക്ഷെ തിയറി പേപ്പറുകളിൽ മാർക്ക് അധികവും ശ്രദ്ധിക്കേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ ദ പ്രസൻറ്റേഷൻ മോഡൽ. നിങ്ങൾ എങ്ങനെ അത് അവിടെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നതൊരു വലിയ ഫാക്ടറാണ്. നിങ്ങൾക്കൊരു ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും, ഇപ്പോൾ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പേപ്പേഴ്സ് ഉണ്ടല്ലോ സെക്കൻഡ് ഇയേഴ്സിന്, ആ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കണ്ടന്റ് അറിയായിരിക്കും. അത് നിങ്ങളിങ്ങനെ പാരഗ്രാഫ് പോലെ നീട്ടി എഴുതുന്നതും നിങ്ങൾ ബുള്ളറ്റ് പോയിന്റ് പോലെ അല്ലെങ്കിൽ പോയിന്റ് വൈസ് എഴുതി കാണിക്കുന്നതും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ബിലീവ് മീ. നിങ്ങളുടെ മാർക്സ് അത്രയും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തിയറി പേപ്പേഴ്സുകളാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് പോയിന്റ് വൈസ് എഴുതാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഡയഗ്രംസ് ഉണ്ടെങ്കിൽ ഡയഗ്രംസ് നിർബന്ധമായിട്ടും വരയ്ക്കുക. ചില സബ്ജക്റ്റുകൾ തിയറി ആണെങ്കിലും അവിടെ ഡയഗ്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു പക്ഷേ മേജർ മാർക്സ് വരിക ആ ഡയഗ്രത്തിനായിരിക്കും ദാൻ യുവർ റൈറ്റപ്സ്. നിങ്ങൾ എത്ര എഴുതി കൂട്ടുന്നതിനെക്കാട്ടിലും ആ ഒരു ഡയഗ്രാം കറക്റ്റ് ആണെങ്കിൽ പിന്നെ താഴത്തേക്ക് എന്നുള്ളത് വായിച്ച് നോക്കാതെ നേരെ പോയിട്ട് എന്ത് ചെയ്യും, കറക്റ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഫൈനലി ഒരു കാര്യം കൂടെ ഉണ്ട്, നിങ്ങൾ എഴുതുന്ന പോയിന്റ്സ് റെലവൻറ്റും ആയിരിക്കണം കേട്ടോ. അതും കറക്റ്റ് ആയിരിക്കണം. എന്നാലായിരിക്കും തിയറി പേപ്പേഴ്സിൻ്റെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ തിയറി പേപ്പേഴ്സിൽ ഡയഗ്രാംസ് വരച്ചാൽ തന്നെ ഒരു പക്ഷേ നിങ്ങൾ എഴുതി ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ മാർക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു ഏകദേശ ധാരണ, ഇപ്പോൾ ഇതിൽ തന്നെ പല കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ ഡിസൈന് വരുന്ന സബ്ജക്റ്റുകളുണ്ട്, കോഡിങ്ങും പ്രോഗ്രാമിങ്ങും വരുന്ന കമ്പ്യൂട്ടർ സയൻസിൻ്റെ സബ്ജക്റ്റുകളുണ്ട്, അതേപോലെ ബിസിനസ് സ്റ്റഡീസ് വരുന്ന ചില ബ്രാഞ്ചസ്, അലൈഡ് ബ്രാഞ്ചസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും നമ്മൾ ഇൻഡെപ്തിൽ പോയാൽ കുറച്ചും കൂടെ കാര്യങ്ങൾ നമ്മൾ മാനറിസമായിട്ട് നമ്മൾ ചിലത് ശ്രദ്ധിക്കണം. പക്ഷേ ഓവറോൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാനുള്ള തിയറി പേപ്പറും പ്രോബ്ലമാറ്റിക് പേപ്പറും ഈ ഒരു സ്റ്റൈലിൽ നമുക്ക് മനസ്സിലാക്കാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സാമിൻ്റെ ടൈമിംഗ് ആണ്. 3 മണിക്കൂറാണ് നിങ്ങളുടെ എക്സാം അല്ലേ. അത് ഇപ്പോഴത്തെ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ കേസിൽ 2024 സ്കീമിനാണെങ്കിൽ 2.5 മണിക്കൂറാണ്. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ മാർക്കിംഗ് സ്കീമിൽ 100 മാർക്കിനാണെങ്കിൽ, ഇപ്പോൾ ഇത് 2.5 എന്ന് പറയുന്നത് പുതിയ സ്കീമുകാരെയാണ്, അവർക്ക് എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റി 60 മാർക്കിനാണ് യൂണിവേഴ്സിറ്റി, 40 മാർക്ക് ഇൻറ്റേണലാണ്. അപ്പോൾ നമ്മുടെ 2019 സ്കീമിനാണെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് ഇവിടെ ഞാൻ പറയാം 100 മാർക്സിനാണ് യൂണിവേഴ്സിറ്റി എക്സാം വരിക. ഈ 100 മാർക്സിലെ 70 മാർക്സ് എസ് എ പാർട്ടിനാണ് വരിക, 30 മാർക്സ് പാർട്ട് എയിൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. എക്സാം തുടങ്ങുന്ന നേരത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, 3 മണിക്കൂറാണ് സമയമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ പാർട്ട് എ ഞാൻ എത്ര വിശദീകരിച്ച് എഴുതിയാലും, എത്ര ആ 10 ക്വസ്റ്റ്യൻസ് എനിക്ക് എത്ര നന്നായി അറിഞ്ഞാലും ഞാൻ പേപ്പർ പാസ്സാവുമോ? ഞാൻ പേപ്പർ പാസ്സാവില്ല. ആ 30 മാർക്സ് എന്നെ പേപ്പർ പാസ്സാക്കിപ്പിക്കില്ല. കാരണം എനിക്ക് പാസ്സാവാൻ ഏറ്റവും കുറഞ്ഞത് 40 മാർക്ക് വേണം, 40 മാർക്സ് അല്ലേ. അപ്പോൾ എന്നെ പേപ്പർ ജയിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് പാർട്ട് ബിയിലെ 70 മാർക്സാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ബുക്ക്ലെറ്റും നിങ്ങളുടെ കയ്യിൽ എക്സാമിന് കിട്ടിയാൽ നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത് പാർട്ട് ബിയിലെ എസ് എ പാർട്ട് തന്നെ ആയിരിക്കണം. ആ പാർട്ട് ബി ആണ് നിങ്ങളെ വിജയിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു ടെൻഡൻസി ഉണ്ട് അല്ലേ, അത് പലരും പറയാറുണ്ട്, ഞാൻ എഴുതി തുടങ്ങുമ്പോൾ നല്ല വൃത്തിയിൽ തുടങ്ങും, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ പോയി സാറേ ലാസ്റ്റൊക്കെ എത്തുമ്പോൾ എനിക്ക് തന്നെ വായിക്കാൻ കഴിയുന്നില്ല. ഇതൊരു ഫാക്ടറാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ പാർട്ട് ബിയിലെ എസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഒരു നേച്ചറാണ് മനുഷ്യന് നല്ല നീട്ടി വലിച്ച് എല്ലാം അറിയുന്ന ഒരു ഭാഗമാകുമ്പോൾ നല്ല കൃത്യമായിട്ട് എഴുതുക. ആ സമയം നിങ്ങൾ 3 മാർക്കിൻ്റെ ചോദ്യം പോയിട്ട് 1/2 പേജും 3/4 പേജും 1 പേജും എടുത്ത് എഴുതുന്നത് ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം. കാരണം നിങ്ങൾ ചിലപ്പോൾ ഒരു 3 പോയിന്റ് എഴുതിയാൽ കിട്ടുന്ന 3 മാർക്ക് നിങ്ങൾ അറിയാതെ ഓട്ടോമാറ്റിക്കലി താല്പര്യം കൊണ്ട് എഴുതി അത് 4-5 മിനിറ്റുകൾ നിങ്ങൾ വെറുതെ കൺസ്യൂം ചെയ്ത് പോകാം ഒരു ക്വസ്റ്റ്യന്. അപ്പോൾ ആ ഒരു ടെൻഡൻസി മനുഷ്യനുണ്ട്. അപ്പോൾ നമ്മളത് ടെൻഡൻസി മാറ്റുന്നതിനെക്കാട്ടിലും നമ്മൾ എന്ത് ചെയ്യുക, അവിടെ അപ്രോച്ച് മാറ്റി പറഞ്ഞാൽ എസ് എ പാർട്ട് ചെയ്തു. നമുക്ക് 5 മൊഡ്യൂളിൽ നിന്ന് എസ് എസ് ഉണ്ടാവും. നിങ്ങൾക്കൊരു 3 മൊഡ്യൂളത്തെ എസ് എ ആണ് നിങ്ങൾക്ക് നല്ലോണം അറിയുന്നെങ്കിൽ അതാ എഴുതുക.
അത് ഫസ്റ്റ് എഴുതുക. ആ ഫസ്റ്റ് എഴുതുമ്പോൾ തന്നെ എറൗണ്ട് എത്ര നിങ്ങൾക്ക് 14 × 3 അല്ലേ, 3 ക്വസ്റ്റ്യൻസ് 3 മൊഡ്യൂൾസാണ് നിങ്ങൾക്ക് എസ് അറിയുന്നെങ്കിൽ 14 × 3 എത്ര, അറൗണ്ട് 52 മാർക്സ് നിങ്ങൾക്ക് എഴുതാം. ആ 52 മാർക്സ് ചിലപ്പോൾ ഫുള്ള് കിട്ടണമെന്നില്ല, ചിലപ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് 14, 12 അല്ലെങ്കിൽ 10 മാർക്സ് ഒക്കെ ആയിരിക്കും. അവിടെ പിന്നെ സപ്പോർട്ടിംഗ് ആയിട്ട് പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു 10 മാർക്കിൻ്റെ എത്രയാണോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയുന്നത് അത് എഴുതുക. അപ്പോൾ നിങ്ങൾ ഈ 3 മണിക്കൂറിൻ്റെ ടൈമിൽ സ്പെസിഫിക്കലി എൻ്റെ സൈഡിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, 2/3 ഓഫ് ദ മാർക്ക് ഈസ് ഓവർ ഹിയർ, 1/3 ഓഫ് ദ മാർക്ക് ഈസ് ഇൻ ദി പാർട്ട് എ, ഷോർട്ട് ആൻസർ അല്ലേ. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതുന്ന നേരത്ത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, പാർട്ട് എയിൽ, അതായത് 30 മാർക്ക് വരുന്ന പാർട്ട് എയിൽ നിങ്ങൾ 3/4 മണിക്കൂർ കൊണ്ട് തീർക്കാൻ ശ്രമിക്കണം. 45 മിനിറ്റ്സ്. അത് സ്റ്റാർട്ട് ചെയ്യരുത് കേട്ടോ. പാർട്ട് എ മൊത്തത്തിൽ എടുക്കേണ്ട ടൈമാണ് 45 മിനിറ്റ്സ്. പാർട്ട് ബി, അതായത് 70 മാർക്സ് വരുന്ന ഈ ഭാഗം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബാക്കി 2.25 മണിക്കൂർ നിങ്ങൾക്കുണ്ട്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളത് 1.5 മണിക്കൂറെങ്കിലും, മാക്സിമം ഒരു 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങളത് തീർക്കാൻ ശ്രമിക്കുക. 1.5 മണിക്കൂറിനുള്ളിൽ തീർക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ 1.5 അല്ലെങ്കിൽ 1.25 മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾ തീർക്കാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ ലാസ്റ്റ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നമുക്ക് ചിലപ്പോൾ മിസ് ഔട്ട് ആയിപ്പോയ എവിടെയെങ്കിലും നമ്മൾ സ്റ്റക്കായി പോയ ഇക്വേഷൻസ് ഉണ്ടാവാം. ചിലപ്പോൾ നമുക്കൊന്ന് ആലോചിച്ചുണ്ടാക്കി കുറച്ചൊന്ന് റിവൈസ് ചെയ്ത് ചില ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവുന്നുണ്ടാവില്ല, കുറച്ചൊന്ന് ഇരുന്ന് ആലോചിക്കേണ്ടി വരും. ചില പ്രോബ്ലംസുകൾ എവിടെയെങ്കിലും സ്റ്റക്കായിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ പേപ്പറിലെ ചില പ്രോബ്ലംസുകൾ നമ്മൾ തിരിച്ചു നോക്കുക, റിവിഷനോ ഒന്ന് റിവൈസ് ചെയ്യാനോ എടുക്കേണ്ട ഒരു ടൈം. അരമണിക്കൂർ കുറച്ച് ഓവറാണ്, അരമണിക്കൂർ വേണ്ട, 20 മിനിറ്റ്സ് ഓർ 10 മിനിറ്റ്സ് നിങ്ങൾ അതിനും കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ കാണണം. അപ്പോഴാണ് നമ്മൾ ആ പേപ്പറിൻ്റെ ഒരു വൃത്തിക്ക്, ഒരു ഭംഗിക്ക് നമുക്ക് മാർക്കും കൂടെ കൺസിഡർ ചെയ്തിട്ട് കിട്ടുക. അതിൽ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത് പാർട്ട് ബി ആയിരിക്കാം. ബിലീവ് മീ, അങ്ങനെ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പാസ്സാവാൻ കൂടുതൽ സാധ്യത. എന്ന് വിചാരിച്ച ഒരാൾ പാർട്ട് എ, ഞാൻ ഇതുവരെ പാർട്ട് എയിലാണ് തുടങ്ങിയത്, എന്നിട്ട് ഞാൻ ഇതുവരെ പേപ്പർ പാസ്സായി ചോദിച്ചാൽ ഡെഫിനറ്റ്ലി യു വിൽ ബി പാസിങ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അവിടെ നിങ്ങൾക്ക് നല്ലവണ്ണം മാർക്കിൽ അഡ്വാൻറ്റേജ് കിട്ടാൻ പാർട്ട് ബിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ലാസ്റ്റ്ലി ആൻഡ് ഫൈനലി നമ്മുടെ വാല്യുവേഷൻ്റെ ഒരു പ്രൊസീജിയർ അറിയാത്തവർക്ക് പറഞ്ഞു തരാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. നമ്മുടെ എക്സാം, നിങ്ങളുടെ ഈ പേപ്പർ എങ്ങനെയൊക്കെയാണ് പോകുന്നത്? ഇപ്പോൾ നിങ്ങളുടെ സെയിം സബ്ജക്റ്റ് ആണെങ്കിൽ അങ്ങനെ 25 പേപ്പേഴ്സ് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഒരു ബണ്ടിൽ ഉണ്ടാവുക. ഓക്കെ, 25 പേപ്പേഴ്സ് കൂട്ടിയിട്ടാണ് ഒരു ബണ്ടിൽ ഉണ്ടാവുക. അങ്ങനെ ഒരുപാട് ബണ്ടിൽസ് ഉണ്ടാവും. ഇപ്പോൾ മാത്സിനെ പോലത്തെ ഒരു പേപ്പർ ആണെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ് ഇയറിലെ അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിലെ മാത്സ് എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാ ബ്രാഞ്ചിനും കോമൺ ആണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ ഇൻ്റർമിക്സിങ് വരെ നടക്കാം. ഈസിയും മെക്കും CS-ഉം സിവിലും ഒക്കെ പാടെ മിക്സ് ചെയ്തിട്ട് ബണ്ടിലായിട്ട് അങ്ങനെ പോയേക്കാം. അപ്പോൾ ഇത് സദേൺ സൈഡിൽ കേരളത്തിലുള്ളവരുടെ പേപ്പേഴ്സൊക്കെ ചിലപ്പോൾ എറണാകുളം ഭാഗത്തേക്ക് വരാം. മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട് ഏരിയയിലുള്ള പേപ്പേഴ്സൊക്കെ ചിലപ്പോൾ കോട്ടയം ഭാഗത്തോ തിരുവനന്തപുരം ഭാഗത്തോ എങ്ങനെ ഷഫിൾഡ് ആയിട്ടാണ് പോവുക. ഇതൊരിക്കലും കോളേജിലുള്ള ഒരാൾക്കും അറിയാൻ കഴിയില്ല. ഇത് അറിയുന്ന ഒരു വിഭാഗമുണ്ട്, അത് പക്ഷെ ഞാൻ ഇവിടെ പറയുകയില്ല, അത് പറയുന്നത് ശരിയല്ല. ഇതറിയുന്ന ഒരു ചെറിയൊരു വിഭാഗം മാത്രമേ ഉള്ളൂ. അവർക്കറിയാം കൃത്യമായിട്ട് ഏത് കോളേജിലേക്ക് എവിടേക്കാണ് പോകുന്നത്. പക്ഷെ നമ്മളതൊന്നും ഫാക്ടർ ചെയ്യണ്ട. നമ്മൾ മനസ്സിലാക്കേണ്ടത് 25 പേപ്പറുകളാണ് ഒരു ബണ്ടിൽ ഉണ്ടാവുക. ഇപ്പം ഞാനൊരു സ്റ്റാഫാണെങ്കിൽ, ഞാനൊരു പർട്ടിക്കുലർ സബ്ജക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കുറഞ്ഞത് ഒരു 3 ബണ്ടിലെങ്കിലും എനിക്ക് കിട്ടും. പൊതുവേ പറയാറുള്ളത് എത്രയാണോ സ്റ്റുഡൻസിൻ്റെ കൗണ്ട് അത് ഇൻറ്റു 1.33 പേപ്പേഴ്സെങ്കിലും ആ സ്റ്റാഫ് നോക്കണമെന്നാണ്. ഇപ്പോൾ ഒരു 60 പേരുള്ള ഒരു ക്ലാസ്സിനെയാണ് ഞാൻ ഒരു സബ്ജക്റ്റ് പഠിച്ചെങ്കിൽ ആ 60 × 1.33, സോ ഇറ്റ് വിൽ ബി അറൗണ്ട് 80 അല്ലേ. അത്രയെന്ന് പറഞ്ഞാൽ എനിക്കൊരു 3 ബണ്ടിലോ 4 ബണ്ടിലോ എന്തുണ്ടാവാം, എനിക്കുണ്ടാവാം. ഒരു പ്രാവശ്യം ഞാൻ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എടുത്തിരുന്നു. ഓൺലൈനിൻ്റെ കാലത്തായിരുന്നു എടുത്തിരുന്നത്. അന്ന് നമുക്ക് ഓൺലൈനിലെ എല്ലാ ബ്രാഞ്ചസിനും കോമൺ ആയിട്ട് പ്രൊഫഷണൽ എത്തിക്സ് ഞാൻ എടുത്തിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ ബണ്ടിൽ എത്രയെന്ന് അറിയാം നിങ്ങൾക്ക് പേപ്പർ നോക്കാൻ? എനിക്ക് 9 ബണ്ടിലാണ് കിട്ടിയത്. ഒരു ബണ്ടിലോ 2 ബണ്ടിലോ കിട്ടുന്ന പോലെയല്ല ബണ്ടിലിൻ്റെ എണ്ണം കൂടുമ്പോൾ. അപ്പോൾ നോക്കുന്ന ആൾക്ക് ചിലപ്പോൾ പ്രഷറൈസ്ഡ് ആവും. യൂണിവേഴ്സിറ്റി പറയാറുള്ളത് ഒരു ദിവസം ഒരു ബണ്ടിൽ നോക്കുക എന്നാണ്. ബട്ട് സ്റ്റിൽ അത് വളരെ സ്ലോ ആകുമ്പോൾ ആൾക്കാർക്ക് ഒരു ഒരു വ്യഗ്രത ഉണ്ടാവും ഇത് വേഗം തീർക്കാൻ. അപ്പോൾ പലപ്പോഴും സംഭവിക്കണം എന്താ വെച്ചാൽ, പേപ്പർ നോക്കുന്ന നേരത്ത് ചില സ്റ്റാഫുകൾ ഹറിബറിയിൽ പോകുമ്പോൾ വേഗം മാർക്ക് ഇടേണ്ടോടത്തിടുന്നില്ല,
എന്നാൽ ചിലയിടത്ത് മാർക്ക് ഇടേണ്ടടുത്ത് ചിലപ്പോൾ കൂടുതൽ മാർക്ക് ഇടുന്നുണ്ടാവും. കൂടുതൽ മാർക്കാണെങ്കിൽ നമുക്കത് വളരെയധികം സന്തോഷമാണ്. പക്ഷെ കിട്ടേണ്ട മാർക്ക് നമുക്ക് ഇടാതെ പോകുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇതാണ് പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കേസ്. ഞാൻ സ്റ്റുഡൻസിനോട് പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ സ്റ്റുഡൻസിനോട്, നിങ്ങളോടും കൂടി അത് കോമൺ ആയിട്ട് പറയാണ്, പേപ്പർ എഴുതുന്ന നേരത്ത് ഒരിക്കലും നോക്കുന്ന സ്റ്റാഫിനിട്ട് പണി കൊടുക്കണം എന്ന ആംഗിളിൽ നിങ്ങൾ പേപ്പർ എഴുതരുത്. അതായത് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഒരു ബുക്കിലെത്തി നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് എൻ്റെ ഓർമ്മ 30 പേപ്പേഴ്സ് ഉണ്ട് അല്ലേ. ആ കുട്ടി ചിലപ്പോൾ ആദ്യത്തെ ഒരു 16 പേപ്പേഴ്സ് കോമൺ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. പിന്നെ ഒരു 4-5 പേപ്പർ ഇട്ട് അവസാനത്തെ 2 29 30ാമത്തെ പേജിലൊക്കെ കൊണ്ടുപോയിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നോക്കുന്ന സ്റ്റാഫ് ചിലപ്പോൾ ഇത് 16ാമത്തെ പേജ് കഴിഞ്ഞ് പിന്നെ 17 18 19 ഒന്നും ഇല്ല എന്ന് കണ്ട് അയാൾ ചിലപ്പോൾ അവിടെ അടച്ചിട്ട് പോകും. സംഭവം നിങ്ങൾ അയാൾ അങ്ങോട്ട് നോക്കട്ടെ, അയാൾ കുറച്ച് അങ്ങോട്ട് തിരിക്കട്ടെ എന്നൊക്കെ പണി വെച്ചിട്ട് ചെയ്യുന്നവർക്ക് ഉണ്ടാവും. പക്ഷേ ദ പ്രോബ്ലം ഈസ് നിങ്ങളുടെ ആ പേപ്പറിൻ്റെ ആ മാർക്ക് ലാസ്റ്റ് 2 പേജ് അയാൾ കണ്ടില്ല, നിങ്ങളുടെ മാർക്ക് കുറയും. പിന്നെ ചെയ്യാവുന്നത് അതിനെതിരെ എന്തെങ്കിലും നിങ്ങൾ രണ്ടാമത് അതിൻ്റെ സ്ക്രൂട്ടിനിയോ കാര്യങ്ങളോ നോക്കുമ്പോഴായിരിക്കും ഇതറിയാം. ചിലപ്പോൾ ആ സ്റ്റാഫിന് അപ്പോൾ പിന്നെ ഇഷ്യൂ ഉണ്ടാവും. പക്ഷെ ദ പ്രോബ്ലം ഈസ് നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാണ്. ഇത് പിന്നെ അടുത്തൊരാൾ നോക്കി പിന്നെ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ടെൻഷനും ഉണ്ടാവും, ഇനിയിപ്പോൾ ഞാൻ ജയിക്കുമോ ഇല്ലയോ എന്നുള്ള പേടി ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ജയിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു C ഗ്രേഡ് കിട്ടി നിങ്ങൾ ജയിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, അയ്യോ ഞാൻ നന്നായിട്ട് ചെയ്തതാണല്ലോ, പിന്നെ എന്താ എനിക്ക് പേപ്പർ മാർക്ക് ഇത്ര കുറഞ്ഞത്. ചിലപ്പോൾ അവിടെ എന്തുണ്ടാവാം, ചിലപ്പോൾ നിങ്ങൾ സ്ട്രിക്റ്റ് ആണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ അയാൾ ആ പേപ്പർ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവില്ല. സോ ആ കാര്യം ശ്രദ്ധിക്കുക. നോക്കുന്ന ആളിനെ കൂടുതൽ കുഴപ്പിക്കണം എന്ന ആംഗിളിൽ നിങ്ങൾ ആൻസർ ചെയ്തരുത്. അങ്ങനെ ആരും എഴുതാറില്ല, പക്ഷെ എനിക്ക് ചില ആൻസർ ഷീറ്റ് കണ്ടപ്പോൾ അങ്ങനെ തോന്നി. അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ മാർക്ക് പെട്ടെന്ന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഒരു 25 എണ്ണമുള്ള ഒരുപാട് ബണ്ടിൽസ് വെച്ചിട്ടാണ് സ്റ്റാഫ് നോക്കുക. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ കുറേ പേപ്പർ നോക്കാനുണ്ടാകുമ്പോൾ ബുക്ക് തുറക്കുന്ന നേരത്തെ തന്നെ പുള്ളി കാണണം ആ പ്രോബ്ലം, വലിയൊരു പ്രോബ്ലം, 14 മാർക്കിൻ്റെ പ്രോബ്ലം, കീഴിൽ തന്ന ആൻസർ 2.6 ആണ്, നമുക്ക് കിട്ടിയ ആൻസർ 2.6 ആണ്. സ്വാഭാവികമായിട്ട് അത് വേഗം ശരിയിട്ടിട്ട് ഓക്കെ 14 മാർക്സ് എന്ന് പറഞ്ഞിട്ട് ഇട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. തിയറി പേപ്പർ ആവുന്ന നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഡയഗ്രംസ് അല്ലെങ്കിൽ നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ബ്ലോക്ക് ഡയഗ്രംസ്, ടെക്സ്റ്റ് ബുക്കിൽ ഒന്നും ഇല്ലാത്ത ഡയഗ്രാം, പക്ഷെ നിങ്ങൾ അപ്പം ഇരുന്നിട്ട് എക്സാം ഹാൾ നിങ്ങൾ ഉണ്ടാക്കിയതാ, സ്റ്റിൽ ദാറ്റ് വിൽ വർക്ക് ഔട്ട്. അതായത് ഇല്ലാത്ത മെഷീനെ കൊണ്ടുപോയിട്ട് വരയ്ക്കല്ല ചെയ്യുന്നത്, ചില കൺസെപ്റ്റുകൾ ബ്ലോക്ക് ഡയഗ്രാം ആക്കിയിട്ട് വരച്ച് കഴിഞ്ഞാൽ അത് പ്രസൻറ്റ് ചെയ്താൽ അത് കാണുമ്പോൾ തന്നെ ഓക്കെ നിങ്ങൾക്ക് കാര്യം അറിയാം എന്ന് പറഞ്ഞ് ടിക്ക് ഇട്ടിട്ട് മാർക്ക് ഇട്ട് പോകുന്നവരുമുണ്ട്. ക്ലിയർ? അപ്പോൾ ഈ പറയുന്നതൊക്കെ നിങ്ങളുടെ സൈഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ബട്ട് ദ ഫാക്ട് ഈസ് ദർ ആർ സം ഫ്യൂ എക്സെപ്ഷണൽ കേസസ് ഓഫ് സ്റ്റാഫ്സ് വേർ അവർ തീരെ പേപ്പറിൽ ശ്രദ്ധ കൊടുക്കാത്തവരുണ്ട്. അത് പറയാതിരിക്കാനും വയ്യ. കാരണം അങ്ങനത്തെ 1-2 ആൾക്കാരുണ്ടെങ്കിൽ സ്റ്റാഫുകളാവുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിക്കും അത് മോശമാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നിങ്ങളുടെ ഒരു വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അല്ലേ, ഒരു ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ പേപ്പർ എഴുതിയിരുന്ന ഒരു സ്റ്റുഡൻറ്റ്, അവന് പറഞ്ഞൊരു കാര്യം കേട്ട് ഞാൻ ഇപ്പോഴും ചിരിച്ചിട്ടുണ്ട്. ഇത് ബെർണോളീസ് തിയറം, ഒരു തിയറമാണ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിൽ, ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ബെർണോളീസ് തിയറീസിൻ്റെ അസംഷൻ ചോദിച്ചിട്ടുണ്ട്. അവൻ അസംഷൻസ് ഒക്കെ പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. അയാൾ അത് കണ്ടിട്ടുണ്ടോ ഇല്ലെന്നറിയില്ല, അയാൾ അതിനിട്ട മാർക്ക് 0 ആണ്. അപ്പം ആ കുട്ടി ചോദിക്കുന്നുണ്ട്, ബെർണോളിയുടെ അസംഷൻ അയാൾ പറഞ്ഞ അസംഷൻ അല്ലേ എനിക്ക് എഴുതാൻ പറ്റൂ, ഞാനത് എഴുതിയിട്ടുണ്ട്, എന്നിട്ട് അയാൾ എന്തിനാ 0 മാർക്ക് ഇടുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെയും ചില സ്റ്റാഫുകൾ ഉണ്ടാവാം. വി ഡോണ്ട് നോ. പക്ഷേ എക്സെപ്ഷണൽ കേസസ് ആണ്. പക്ഷെ അത് നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ഏറ്റവും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. ആ പേപ്പർ വാല്യൂ ചെയ്ത് വെക്കുന്ന ആൾ തുറക്കുമ്പോൾ നിങ്ങളുടെ പേപ്പറിൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ ഒരു ഫാക്ടർ കേട്ടോ. ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്, നീറ്റ്നെസ് ഒരു ഫാക്ടറാണ്, നിങ്ങൾ അതിൻ്റെ പ്രസൻറ്റേഷൻ എന്ത് രീതിയിലാണ് നിങ്ങൾ കാണിക്കുന്നത് അതൊരു ഫാക്ടറാണ്. അപ്പോൾ അവർക്ക് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യും, മാർക്ക് ഇട്ട് പോകാനുള്ള ടെൻഡൻസി തോന്നും. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പേപ്പർ പ്രസൻറ്റ് ചെയ്യുക. കാരണം ഒരുപാട് ബണ്ടിൽസ് ഓഫ് പേപ്പേഴ്സ് സ്റ്റാഫ് നോക്കാനുണ്ടാവും. അപ്പോൾ ഇരുന്ന് തപ്പാൻ നിൽക്കില്ല അവർ. ഇപ്പോൾ തിയറി പേപ്പറൊക്കെ ആകുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഇവിടെ, ഇവിടെ അടുത്ത പോയിന്റ് ഇവിടെ, ഇത് ഇവിടെ ഉണ്ടോ, ഇങ്ങനെ തപ്പാനൊന്നും അവർ നിൽക്കില്ല. അതിന് പകരം നിങ്ങൾ ബുള്ളറ്റ് പോയിന്റ്സ് പോലെ പോയിന്റുകൾ വെടിക്കെട്ട് പോലെ ഇട്ട് കഴിഞ്ഞാൽ നോക്കുന്ന ആൾക്ക് ഭയങ്കര സ്പീഡാണ്, അവരെന്ത് ചെയ്യും, അവരങ്ങനെ മാർക്കിടും. ലാസ്റ്റ് ആൻഡ് ഫൈനലി പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഫസ്റ്റ് എഴുതുന്ന ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓൾസോ, ഫസ്റ്റ് മാത്രമല്ല ഫസ്റ്റും സെക്കൻഡും ഒക്കെ എഴുതുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്.
ഓക്കെ, നമ്മൾ പറയാറുണ്ട് അതിപ്പോൾ ഏത് ഓർഡറിൽ എഴുതിയാലും കുഴപ്പമില്ല എന്നൊക്കെ പറയെങ്കിലും നിങ്ങൾ ഫസ്റ്റ് എഴുതുന്ന ആ ക്വസ്റ്റ്യനും സെക്കൻഡ് എഴുതുന്ന ക്വസ്റ്റ്യനും നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കണം. കാരണം ഒരു ടീമിന് ഇപ്പോൾ ഒരു സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം എനിക്കിങ്ങനെ ഒരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഏതൊരു സ്റ്റുഡൻ്റാണ് എനിക്കറിയില്ല. ആ കുട്ടി പഠിക്കുന്ന കുട്ടിയാണോ പഠിക്കാത്ത കുട്ടിയാണോ ആവറേജ് കുട്ടിയാണെന്ന് അറിയില്ല. ഞാൻ ആ കുട്ടീനെ ഇവാലുവേറ്റ് ചെയ്യുക ഈ പേപ്പർ തുടങ്ങി അവൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നാണ് ഞാൻ തീരുമാനിക്കുക. നല്ലൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അവൻ കറക്റ്റായിട്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു തിയറി ക്വസ്റ്റ്യൻ, കണ്ടന്റ് ടെക്നിക്കൽ വൈസ് ഒരു തിയറി ക്വസ്റ്റ്യൻ നല്ല ബുള്ളറ്റ് പോയിന്റും വിത്ത് ഡയഗ്രാംസും വൃത്തിയിൽ എഴുതി, ആ 1-2 ക്വസ്റ്റ്യനിൽ നിന്ന് ഈ പേപ്പർ വെച്ചിട്ട് ഞാൻ ആ കുട്ടീനെ വിലയിരുത്തും. ആ കുട്ടി ചിലപ്പോൾ ആ ക്ലാസ്സിൽ പഠിക്കാത്തതായിരിക്കാം, ഐ ഡോണ്ട് നോ. ചിലപ്പോൾ ആ കുട്ടി ആ ക്ലാസ്സിൽ ഏറ്റവും ടോപ്പർ ആയിരിക്കാം, ഐ ഡോണ്ട് നോ. പക്ഷെ ഈ ഒരു സെറ്റ് പേപ്പറിൽ ഞാൻ തുടങ്ങണ നേരത്ത് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കും. ആ ഇംപ്രഷൻ ആയിരിക്കും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ മാർക്ക് വീഴുമ്പോൾ അതിനെ ബാധിക്കും. ഇപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വൃത്തിയിൽ ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഞാനൊരു 2 പോയിൻ്റ് എഴുതിയിട്ടുള്ളൂ എങ്കിലും എൻ്റെ മനസ്സിലേക്ക് അറിയാതെ തലച്ചോറിലേക്ക് വരും, ഓക്കെ ഈ കുട്ടി നല്ല പഠിക്കുന്നൊരു കുട്ടിയാണ്, അതിപ്പോൾ 2 പോയിൻ്റ് എഴുതിയെങ്കിലും നമുക്ക് 3 മാർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 മാർക്ക് കിട്ടേണ്ടടുത്ത് 3 മാർക്കും 10 മാർക്ക് കിട്ടേണ്ട എസ്സേക്ക് 12 മാർക്കും അറിയാതെ അങ്ങനെ ചാടി വരും. ഇതൊരു നേച്ചറാണ് മനുഷ്യൻ്റെ. ക്ലിയർ? ഒരുപാട് കാലം പേപ്പർ വാല്യൂ ചെയ്തതിൻ്റെ ഒരു അനുഭവത്തിൽ പറയാണ്. അപ്പോൾ ആ ഒരു സ്റ്റൈല് തന്നെ നിങ്ങൾ തുടങ്ങുക. ഫസ്റ്റും സെക്കൻഡും ഒക്കെ എഴുതുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കണം. അതുപോലെ അത് എസ്സേ പാർട്ടായ പാർട്ട് ബിയിലെ 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. എന്ത് തരികിട കാണിച്ചിട്ടുണ്ടെങ്കിലും, ഇങ്ങനെയൊക്കെ തരികിട കാണിക്കാമെന്ന് വെച്ചാലും പഠിച്ചിട്ടില്ലെങ്കിൽ പേപ്പർ പാസ്സാവില്ല കേട്ടോ. അവിടെ നിങ്ങൾ പഠിക്കാതെ നിങ്ങൾ കൊണ്ടുപോയി താജ്മഹൽ വരച്ചിട്ടും കാര്യമില്ല, പേപ്പർ പാസ്സാവില്ല. പഠിക്കൽ മസ്റ്റാണ്. അതിനുള്ള വലിയ പ്ലാറ്റ്ഫോം നമ്മളിവിടെ ഫ്രാങ്ക്ലിനിൽ നമ്മൾ ചെയ്തു തന്നിട്ടുണ്ട്. ആ പഠിത്തം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ പഠിത്തത്തിനെ ഒന്ന് മോടി കൂട്ടി ആ ഫുൾ മാർക്കിലേക്ക് എത്തിക്കാനുള്ള കുറച്ച് ഐഡിയാസും പ്രിസംഷൻസും ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ ഫോർ യു. താങ്ക് യു ഗൈസ് ആൻഡ് വിഷ് യു ഓൾ ഫോർ ദ ബെസ്റ്റ് ഫോർ ദി എക്സാം.